ഹലോ, ഞാനിന്ന് പോകുന്നത് എൻ്റെ വീടിൻ്റെ കുറച്ച് ബേക്കിലോട്ടായി ഒരു പുഴയുണ്ടേ. അവിടത്തേക്കാണ്. അച്ഛൻ എല്ലാ ദിവസവും ചോദിക്കും നമുക്ക് പുഴയോർത്ത് പോകാൻ അമ്മയോ. അങ്ങനെ ഇന്ന് അവൻ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഞാൻ അച്ഛമോനെയും ലച്ചുമോളെയും കൂട്ടി പുഴയോർത്ത് പോയി. അവൻ്റെ കൈ കാണുന്ന ഷട്ടിൽ ബൈറ്റേ മീനിനെ പിടിക്കാനെടുത്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഷട്ടിൽ ബൈറ്റ് കൊണ്ട് മീനിനെ പിടിക്കുന്ന ആളെ കാണുന്നത്. ആ പഠിച്ച് കളിക്കുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു മീനാണ്. അച്ഛമോൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാവരും ഓടിക്കളിക്കുക. ഈ ചെടി കാണുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. ഈ ചെടിയിലെ ഈ പൂവ് കണ്ടോ, ഞാനത് ജീരകാന്നും പറഞ്ഞെടുത്ത് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുഴ വക്കത്തെത്താറായേ. അതിൻ്റെ ഉള്ളിൽ കൂടി പോയാൽ ഇതേ ഒരു തുരുത്താണത്. ആ തുരുത്തിൻ്റെ 4 ഭാഗവും പുഴയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയ സ്ഥലം. കർമ്മകളുടെ ആകാശവും ചുറ്റും കണ്ടൽക്കാടാണ്. ഈ സ്ഥലത്തിന് ചുറ്റും കണ്ടൽക്കാടാണേ. ആ കണ്ടൽക്കാടാണേ കാണുന്നത്. അങ്ങനെ ഞാൻ അച്ചുമോനെയും ലച്ചുമോളെയും കൂട്ടി അവിടെ ഒക്കെ കാണിച്ചു കൊടുത്തു. ലച്ചുമോള് ഫുള്ള് സന്തോഷത്തിലായിരുന്നു. കാരണം ഇത്രയും അധികം വെള്ളം അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അവളെയും കൂട്ടി ആദ്യമായിട്ടാണ് ഈ പുഴയോർത്ത് പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് അച്ചുമോനൊക്കെ കൂട്ടി അച്ചുമോനതാ ഞെണ്ടിനെ പിടിക്കലും മീനിനെ പിടിക്കലും ഒക്കെ ആയി നടന്ന് കളിക്കുക. അങ്ങനെ അവനെയും കൂട്ടി ഞങ്ങൾ ഇപ്പുറത്തേക്ക് കാണും. വലിയ പുഴയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഏറുമാടായിരുന്നു ഇത് പുഴയിലുള്ളത്. അതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയി. ഇത് കണ്ടില്ലേ, നിറച്ച് കണ്ടൽക്കാടാണേ. കണ്ടൽക്കാട് പ്രകൃതിക്ക് നല്ലതാണെന്ന് പറയുന്നു. ഇത് കൈതോല, നമ്മൾ പായ ഉണ്ടാക്കില്ലേ, ആ കൈതോല. ഇത് ചെത്തി ഉണക്കിയിട്ടാണ് പായ മടഞ്ഞെടുക്കുക. കേട്ടിട്ടില്ലേ? കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ല് പതിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.